താക്കോൽദാന ചടങ്ങുകൾ വയനാട് പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. പ്രോട്ടോകോൾ പാലിച്ചുള്ള 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, 9.5 ലക്ഷം കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ടൗൺഷിപ്പാണ് അതിജീവിതർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ വീടുകൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുടെ പ്രത്യേകതകളും പരിഗണിച്ച് ദുരന്തബാധിതർക്ക് സുരക്ഷവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതൃകാ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നടന്നുവരുന്നത്. 5 സോണുകളിലായി വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിൽ 35 ക്ലസ്റ്ററുകളിലായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റവും നടുമുറ്റത്തിനു ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡും ഉണ്ട്. പ്രസ്തുത റോഡിന് അഭിമുഖമാക്കിയാണ് ഓരോ ക്ലസ്റ്ററിലെയും വീടുകൾ നിർമ്മിക്കുന്നത്. 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടത്തിൽ 178 വീടുകളാണ് അതിജീവിതർക്ക് കൈമാറുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാതൃകാ വീടിൻ്റെ ഡൈനിങ് കം ലിവിംഗ് റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. മാതൃകാ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനവും പട്ടയ വിതരണവും നടത്തുന്ന ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാതൃകാ ടൗൺഷിപ്പിലെ വീട് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മാതൃകാ ടൗൺഷിപ്പിൻ്റെ ഗുണഭോക്താക്കൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ചെയറുകളിൽ ഗുണഭോക്താക്കൾ ദയവായി കയറിയിരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്.
വയനാട് മാതൃകാ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനവും പട്ടയ വിതരണവും ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ നടക്കുന്നതാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മാതൃകാ ടൗൺഷിപ്പിലെ മാതൃകാ വീടുകൾ സന്ദർശിച്ചതിന് ശേഷം വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥികളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ദയവായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം വിശിഷ്ടാതിഥികൾ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട് മാതൃകാ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനത്തിൻ്റെ പ്രൗഢഗംഭീരമായ ചടങ്ങിന് ഇതാ തുടക്കമാവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശിഷ്ടാതിഥികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്ത കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. മന്ത്രിമാരും ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും അതിലേറെ ഗുണഭോക്താക്കളും പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ കാര്യപരിപാടികൾ ആരംഭിക്കാം. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS-നെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, പ്രിയ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ ഒരു പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം വാക്കുകളേക്കാൾ വലുതാണ് നിങ്ങൾ കാണിച്ച നിശബ്ദ ധൈര്യം. ഇവിടെ വാക്കുകൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, പ്രവൃത്തിയെ അറിയിക്കുക. ഇതൊരു ചടങ്ങിൻ്റെ വേദിയല്ല.
ഇതൊരു ജനതയുടെ മനോബലത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഒരിക്കൽ ഈ മണ്ണ് നിലവിളിച്ചു, ഈ മലകൾ നിശബ്ദമായി കരഞ്ഞു. അതൊരു ഓർമ്മ മാത്രമല്ല, ജീവിതം രണ്ടായി പിളർന്ന ഒരു നിമിഷമായിരുന്നു. വീടുകൾ ഇടിഞ്ഞപ്പോൾ ഹൃദയങ്ങളും ഇടിഞ്ഞു. സ്വപ്നങ്ങൾ തകർന്നപ്പോൾ പ്രതീക്ഷ പോലും മങ്ങിപ്പോയി. പക്ഷേ ആ അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്നാണ് ഉയർന്ന ഒരു അത്ഭുതം, മനുഷ്യൻ്റെ മനോബലം. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഉറച്ച വിശ്വാസം. ഇന്നും കേരളം നിങ്ങളുടെ ധൈര്യത്തിൻ്റെ മുന്നിൽ തല കുനിക്കുന്നു. കാരണം നിങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് പുതിയ ജീവൻ്റെ അടിത്തറയാകുകയും ചെയ്യാം എന്ന്. ഇന്നിവിടെ ആദ്യം ഓർക്കേണ്ടത്, നമ്മോടൊപ്പം ഇവിടെ ഇരിക്കേണ്ടിയിരുന്നേ പക്ഷേ ദുരന്തം കൊണ്ട് നഷ്ടപ്പെട്ടവരെയാണ്. ഇവിടെ തെളിയുന്ന ഓരോ വിളക്കും ആദ്യം തെളിയുന്നത് അവരുടെ ഓർമ്മയ്ക്കാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാനല്ല, നമ്മുടെ സ്വന്തം ഹൃദയങ്ങളിലുള്ള പുനർനിർമ്മാണത്തിന് സാക്ഷിയാകാനാണ്. ഇത് മതിലുകളും മേൽക്കൂരയും മാത്രമല്ല, ഇത് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, തിരിച്ചുവരവിൻ്റെ, കേരള ജനതയുടെ കൂട്ടായ്മയുടെ പ്രതീകമാണ്. അനാഥയത്തിന് ശേഷം ആശ്രയത്തിൻ്റെ കൈത്താങ്ങ്, ഇതാണ് ഈ ദിവസത്തിൻ്റെ അർത്ഥം. ഇന്ന് കേരളം ഇവിടെ പറയുന്നത് ഒരു വാക്ക് മാത്രമാണ്: നിങ്ങൾ വീണെടുത്ത് ഞങ്ങൾ നിങ്ങളെ വിട്ടുപോകില്ല, ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്തും. ഇതോടൊപ്പം ഇന്നിവിടെ ഈ ടൗൺഷിപ്പ് പ്ലോട്ടിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് കൂടി ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുകയാണ്. ഇതൊരു കെട്ടിടം മാത്രമല്ല, ആരോഗ്യം എന്നത് പുനരധിവാസത്തിൻ്റെ ഹൃദയമാണെന്ന് പ്രഖ്യാപനമാണ്. വീട്ടിലേക്ക് തിരിച്ചു വരുന്നതോടൊപ്പം ചികിത്സയും പിന്തുണയും അടുത്തുണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ്. ഇവിടെ പണിയുന്നത് ഓരോ വീടിനും അതിൻ്റെ തൊട്ടടുത്ത് സഹായം അടുത്തുണ്ട് എന്നൊരു ഉറച്ച വാക്കുണ്ട്. അതാണ് ഈ ഹോസ്പിറ്റൽ അനക്സ്. വിവിധ ദുരന്തങ്ങൾക്ക് ശേഷം വ്യത്യസ്ത രീതികളിൽ പുനരധിവാസ പദ്ധതികൾ രാജ്യത്ത് മുമ്പും നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ദുരന്തബാധിതർക്കായി രാജ്യത്ത് രൂപം കൊണ്ട് ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ടൗൺഷിപ്പ് എന്ന പദവി നമ്മുടെ വയനാട് പദ്ധതിക്കാണെന്ന് ഏറ്റവും അഭിമാനത്തോടെ അറിയിക്കുന്നു. ഓരോ വ്യക്തിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ഓരോ രൂപയുമാണ് ഈ സ്വപ്ന ഭവനങ്ങളുടെ മുതൽ മുടക്ക്. ഇവിടെ ഉയരുന്നത് കേവലം വീടുകൾ മാത്രമല്ല, ഒരു ആശുപത്രി, ഒരു പാർക്ക്, ഒരു മാർക്കറ്റ്, ഒരു സ്കൂൾ, ഓഫീസ് സൗകര്യങ്ങൾ, ഒരു സ്മാരകം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ സംയോജിത ടൗൺഷിപ്പാണിത്. ഇതൊരു പദ്ധതിയല്ല, ഇത് നമ്മുടെ നാടിൻ്റെ സ്വഭാവമാണ്. ഈ യാത്രയിൽ നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി ഒരു പദ്ധതിക്കായി ഒരുമിക്കുമ്പോൾ അതിന് വേഗവും രൂപവും കിട്ടുന്നു. രക്ഷാപ്രവർത്തകരിൽ നിന്നും മുൻപന്തിയിൽ നിന്നവർ, യൂണിഫോം ധരിച്ചവരും ഇല്ലാത്തവരും, ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് ടീമുകൾ, ആശുപത്രി ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ഫീൽഡ് ടീമുകൾ, എഞ്ചിനീയർമാർ, കെട്ടിടം പണിത തൊഴിലാളികൾ, ഡ്രൈവർമാർ, സന്നദ്ധ സംഘടനകൾ, യുവജനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ദൂരെ ഇരിക്കുന്നവരുടെ സഹായം മുതൽ അയൽവാസിയുടെ ഒരു കൈത്താങ് വരെ, ഇവയെല്ലാം ചേർന്നപ്പോൾ മാത്രമാണ് പുനരധിവാസം ഒരു വാക്കിൽ നിന്നും ഒരു വാസ്തവമായി മാറിയത്. നിങ്ങളുടെ നിശബ്ദ സേവനത്തിന് കേരളം ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഇനി എൻ്റെ കടത്തിലേക്ക് കിടക്കട്ടെ. ഈ ദുരന്തത്തിന് നടുവിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നു. നയങ്ങൾ സ്വയം നടക്കില്ല,
അതിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ആ കൂട്ടായ്മയ്ക്ക് ദിശയും ഉറച്ച തീരുമാനവും നൽകിയും ദുഃഖത്തെ ഉത്തരവാദിത്തത്തിലേക്ക് മാറ്റുകയും ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഞാൻ ഈ ഉദ്ഘാടന വേദിയിലേക്ക് അതീവ ആദരത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിൽ സന്നിധരായിട്ടുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ T സിദ്ദീഖിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KSFE ചെയർമാൻ ശ്രീ K വരദരാജനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലുള്ള ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ശ്രീമതി ചന്ദ്രിക കൃഷ്ണൻ, ഡോക്ടർ അരുൺ ജിയോ, T ഹംസ, ശ്രീ P വിശ്വനാഥൻ, ശ്രീ ഹനീഫ KK, ശ്രീ C ഷിഹാബ്, ശ്രീമതി റംല ഹംസ, ശ്രീ KK സഹദ്, ശ്രീമതി ഷൈജ ബേബി, ശ്രീ ഷമീൻ ഒടുവൽ, മേജർ ജനറൽ S രാധാകൃഷ്ണൻ, ശ്രീ S വാസ്നെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നാൽ ഏറ്റവും ആദ്യം സ്വാഗതം അറിയിക്കേണ്ടത് രാപ്പകൽ ഭേദമില്ലാതെ ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി അധ്വാനിച്ച തൊഴിലാളികളാണ്. എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിക്ക് വിജയത്തിനായി പ്രവർത്തിച്ച വയനാട് ജില്ലാ കളക്ടർ ശ്രീമതി മേഘശ്രീയെയും ടീമിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് പദ്ധതിക്ക് വിജയത്തിലേക്ക് നയിച്ച് ശ്രീ സുഹാസിനെയും സംഘത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ അധ്വാനിച്ച കിഫ്കോൺ ഉദ്യോഗസ്ഥരെയും ഊരാളുങ്കൽ സൊസൈറ്റിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വയനാട് പുനരധിവാസം ഒരു ദൗത്യമായി ഏറ്റെടുത്ത് ശ്രീ രാജമാണിക്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ന് സ്വപ്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളുമാണ്. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ വേദിയിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം പുതിയ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, പുനരധിവാസം എന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല. വീട് പൂർണ്ണമാവുന്നത് സ്കൂളിലേക്ക് വഴി തുറക്കുമ്പോഴും ജോലി വീണ്ടും കിട്ടുമ്പോഴും ചികിത്സയും മനസ്സിൻ്റെ ആശ്വാസവും സമയത്ത് എത്തുമ്പോഴും കുട്ടികൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങുമ്പോഴുമാണ്. അതുകൊണ്ട് ഇന്ന് നാം പറയുന്നു, ഏറ്റവും വലിയ വാക്ക് ഇതാണ്: ഇത് തുടക്കമാണ്, അവസാനമല്ല. സംവിധാനം നിങ്ങളെ വിട്ടുപോകുന്നില്ല, സമൂഹം നിങ്ങളെ ഒറ്റയ്ക്കാകുന്നില്ല. ഈ വീടുകളുടെ ചുവരുകൾ കല്ലുകൊണ്ട് പണിതതാകാം, പക്ഷേ അവ നിലനിൽക്കുന്നത് കരുതൽ കൊണ്ടും സ്നേഹത്താലുമാണ്. ഇവിടെ വീണ്ടും കുട്ടികൾ ചിരി മുഴങ്ങുമ്പോൾ അത് വെറും ശബ്ദമല്ല, ജീവിതം വീണ്ടും ജയിച്ചതിൻ്റെ പ്രഖ്യാപനമാണ്. ഇവിടെ ഓരോ വിളക്കും തെളിയുമ്പോൾ അത് ഇരുട്ടിനെതിരായ നമ്മുടെ വിജയം മാത്രമല്ല, ഭയത്തെ മറികടന്ന് പ്രതീക്ഷയുടെ പ്രകാശമാണ്. ഇന്ന് നാം ടൗൺഷിപ്പ് ജനങ്ങൾക്ക് നൽകുമ്പോൾ നാം നൽകുന്നത് വീടുകൾ മാത്രമല്ല, ഭയമില്ലാതെ ഒരു നാളെയാണ്, ഒരു സുരക്ഷിത ഭാവിയാണ്, ഒരു പുതുജീവിതത്തിൻ്റെ വാഗ്ദാനമാണ്. മുണ്ടക്കൈ ചുരൽമല വേദനയെ അതിജീവിച്ച ധൈര്യത്തിൻ്റെ പേരിൽ, കണ്ണീരിനെ മറികടന്ന് പ്രതീക്ഷയുടെ പേരിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും സമാധാനവും സുരക്ഷയും സന്തോഷവും നിറഞ്ഞ നാളുകൾ ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായ അപമാനത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നന്ദി സർ. ഈ ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും KSDMA വൈസ് ചെയർമാനും കൂടിയായ ശ്രീ K. രാജൻ അവർകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. ചൂരൽമലയിലെ മനുഷ്യർക്ക് വേണ്ടി കൽപ്പറ്റയുടെ നഗരത്തിൽ കേരളമൊരുക്കുന്ന പുതിയ നഗരത്തിൻ്റെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റവും ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ വേദിയിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാർ, പ്രിയപ്പെട്ട OR കേളു, AK ശശീന്ദ്രൻ, ശ്രീ മുഹമ്മദ് റിയാസ്, MLA ശ്രീ TC ദിക്, മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കേരളത്തിൻ്റെ പ്രിയങ്കരനായ ചീഫ് സെക്രട്ടറി ശ്രീ A. ജയദേവൻ IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി മേഘശ്രീ IAS, വേദിയിലും സദസ്സിലുമുള്ള ഈ പ്രോജക്റ്റിൻ്റെ സ്പെഷ്യൽ ഓഫീസർ സുഹാസും രാജമാണിക്യവും അടക്കം പ്രിയപ്പെട്ടവരെ, ദുരന്ത ബാധിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കായ കേരളത്തിൻ്റെ മനുഷ്യ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ ദീർഘമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗം പാടില്ലാത്തതാണ്. ഞാനതിന് മുതിരുന്നുമില്ല. വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ ഈ പുതിയ നഗരത്തിൻ്റെ മുറ്റത്തേക്ക് സ്ഥിരമായി എല്ലാ മാസവും ഒന്നിലേറെ തവണയോ വരുന്ന ഈ മുറ്റത്തേക്ക് ഇന്നത്തെ ഈ അഭിമാന നിമിഷത്തിന് വേണ്ടി വന്നെത്തിച്ചേർന്നത്. അഭിമാനകരമായിട്ടുള്ള ഈ നിമിഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വീട് പുതിയതായി ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ മഹാഭൂരിപക്ഷം ആളുകളെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അമ്മമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, മക്കളെ ഒന്ന് കാണാനായി ആ നിരയിലേക്ക് പോയി. വത്സല ചേച്ചിയും ലത ചേച്ചിയും ഓമന ചേച്ചിയും ശോഭന ചേച്ചിയും ഒക്കെ ഉൾപ്പെടെ അവരെല്ലാവരെയും കണ്ട് അവരുടെ കെട്ടിപ്പിടിച്ചലും കരച്ചിലും കഴിഞ്ഞപ്പോൾ സത്യത്തിൽ കൈവിട്ടുപോയ മാനസികാവസ്ഥയിലൂടെയാണ് ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ നിൽക്കുന്നത്. 2024 ജൂലൈ 30 മനുഷ്യത്വമുള്ള ലോകത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത വിധത്തിൽ പുഞ്ചിരിമുറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിൽ പുന്നപ്പുഴയുടെ തീരത്ത് 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 മനുഷ്യർ ഭൂമുഖത്തു നിന്നില്ലായ്മ ചെയ്യപ്പെട്ട ആ വലിയ ദുരന്തത്തിൻ്റെ ദുരന്ത നാളുകളിലേക്ക് മനസ്സിലൊരു വേലിയേറ്റം സൃഷ്ടിക്കുന്നത് പോലെ ഒരു തിരയിളക്കമുണ്ടായി. ഞാനത് പറയാൻ മുതിർന്നാൽ ഈ അധ്യക്ഷ പ്രസംഗം എനിക്ക് പൂർത്തിയാക്കാനാകില്ല. അത്രയേറെ വികാരപരമായിരുന്നു ആ പ്രശ്നങ്ങൾ. ജൂലൈ 30 ഞങ്ങൾ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, നിങ്ങളെല്ലാവരും പുന്നപ്പുഴയുടെ തീരത്തെത്തിച്ചേരുമ്പോൾ അപ്പുറത്ത് 512 മനുഷ്യർ പുഞ്ചിരിമുറ്റത്തും മുണ്ടക്കയിലും അട്ടാമലയിലും ആറാമലയുമായി ചൂരൽമലയുടെ തീരത്ത് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ പുന്നപ്പുഴയുടെ ഭ്രാന്തമായ ഒഴുക്കിൻ്റെ അപ്പുറത്തു നിൽക്കുന്ന കാഴ്ച മുതൽ ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ല. 19ഓളം വരുന്ന പട്ടാളവും അർദ്ധ സൈന്യവും പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റും എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഈ വയനാട്ടിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അതിനേക്കാൾ മിലിറ്റൻ്റായ കേരളത്തിൻ്റെ മലയാളിയായിട്ടുള്ള പട്ടാളത്തിന്, സൈന്യത്തിന് തുല്യമായ മനുഷ്യർ, അവരെല്ലാവരും ഒത്തുചേർന്ന് ദിവസങ്ങളോളം നീണ്ട തെരച്ചിൽ പ്രക്രിയയ്ക്ക് നാം നേതൃത്വം നൽകി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ തിരച്ചിൽ ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദുരന്ത നിവാരണ ഘട്ടമായിരുന്നു. സൺറൈസ് വാലിയുടെ അപ്പുറത്ത് സൂചിപ്പാറയിൽ മനുഷ്യ ശരീരത്തിന് സാദൃശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹെലികോപ്റ്റർ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടപ്പോൾ സൂചിപ്പാറയിലേക്ക് നേരിട്ട് പോയിട്ടിറങ്ങാൻ ഒരു സാധ്യതയുമില്ലാതെ വന്നപ്പോൾ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ കഡാവർ ഡോഗ്സിനെ നേരിട്ടിറക്കി
മനുഷ്യഗന്ധം മണത്തെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന ശരീരാവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിന് അയച്ചതുൾപ്പെടെ തെരച്ചിലിൽ ഒരു ലോക മാതൃക ദുരന്ത നിവാരണ രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായി. വടക്കൻ ഇന്ത്യയിൽ മരണപ്പെട്ടവരുടെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും JCB കൊണ്ട് വലിയ കുഴികുത്തി അതിലിട്ട് മൂടുന്ന അനുഭവങ്ങളുള്ള ഈ കേരളത്തിൽ പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട് നിരവധികളായിട്ടുള്ള കണ്ടെത്താൻ പറ്റാത്ത തിരിച്ചറിയാനാകാത്ത മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ലോകത്തിൻ്റെ എല്ലാ മര്യാദകളും പുലർത്തി സർവമത പ്രാർത്ഥന നടത്തി ഗൂഗിൾ സല്യൂട്ടോടെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള യുവജന സംഘടനാ പ്രവർത്തകർ ഇട്ടിരിക്കുന്ന PP കിറ്റിനകത്ത് ഏതു മതമാണ്, ജാതിയാണ്, രാഷ്ട്രീയമാണെന്ന് നോക്കാതെ സ്വന്തം അമ്മ പോലെ, ഉമ്മ പോലെ, അച്ഛൻ പോലെ, ഉപ്പ പോലെ, സഹോദരങ്ങളെ പോലെ സംസ്കരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള മലയാളിയുടെ മനുഷ്യ സ്നേഹത്തിന് പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചു. അനുഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു പോവുകയാണ്. ആഗസ്റ്റ് 25-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ മേപ്പാടിയുടെ കൽപ്പറ്റയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സ്ഥാപിച്ച 18 ക്യാമ്പുകളും ഒഴിവാക്കപ്പെട്ടു. അവസാനം ഓമനച്ചേച്ചിയും മോഹനേട്ടനും 8 കുടുംബാംഗങ്ങളുള്ള രേവതിയും പളനിസ്വാമിയും ശെൽവരാജും അടക്കം 5 പേരെ 5 കുടുംബങ്ങളെ മാറ്റി ഓഗസ്റ്റ് 25-ന് ഇവിടെ എല്ലാ ക്യാമ്പുകളിൽ നിന്നും 1 മാസത്തിനകം താൽക്കാലിക വീടുകളിലേക്ക്, വാടക വീടുകളിലേക്ക്, ബന്ധുവീടുകളിലേക്ക്, സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് അങ്ങനെ മാറ്റുന്നതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ജനാധിപത്യ ലോകമാതൃക സൃഷ്ടിച്ചുകൊണ്ട് ആ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നത്തെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വി വേണു IAS അവരെ നേരിൽ കേട്ടുകൊണ്ട് അവരോട് ചോദിച്ചു, എങ്ങനെയായിരിക്കണം പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? വീടുകൾ കൈമാറുന്ന ഈ സമയം ലോകത്തിൻ്റെ മറ്റൊരു മൂലയിൽ യുദ്ധവും പലായനവും നടക്കുകയാണ്. അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലെത്തിയവരാണ്. ചൂരൽമലയിൽ നിന്ന് ഇനിയൊരു മലയിലേക്ക് പലായനം നടത്താൻ ഞങ്ങൾക്ക് വയ്യ. നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടരുത്. നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്. പല മേഖലകളിലാക്കി മാറ്റരുത്. അവശേഷിക്കുന്ന ഞങ്ങൾക്ക്, ദൈവം ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവരിൽ ബാക്കി വരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ചു താമസിക്കാൻ, ഒരുമിച്ചു ജീവിക്കാൻ ഒരിടം ഞങ്ങൾക്ക് വേണം. അത് പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് ജനാധിപത്യപരമായി ചർച്ച ചെയ്തപ്പോൾ ദുരന്തബാധിതരായ മനുഷ്യർ നെഞ്ചിൽ തട്ടി ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയൊരു നഗരം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനു പറ്റുന്ന ഒരു പുനരധിവാസത്തിൻ്റെ മാതൃകകളൊന്നുമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ ആർക്കവൈസുകളിൽ ദുരന്തബാധിതർക്കൊരു നഗരമുണ്ടാക്കിയതിൻ്റെ ഒരു മുന്നനുഭവങ്ങളും ഞങ്ങളുടെ മുമ്പിലില്ല. പക്ഷേ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇച്ഛാശക്തിയോടെ പറഞ്ഞു, അവർക്ക് സ്വന്തമായി നാം ഒരു നഗരമുണ്ടാക്കും. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, എത്ര പ്രയാസപ്പെടേണ്ടി വന്നാലും ഒരു നഗരമുണ്ടാക്കും. ചില സാമ്പത്തികകാര്യ വിദഗ്ധന്മാർ, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല, കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിൻ്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. 178 ഭവനങ്ങളല്ല, 178 മനുഷ്യജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ ഈ സദസ്സിൻ്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92-ാം നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92-ാം നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവമുണ്ടായി. എങ്ങനെ ഈ വിജയഗാഥ കേരളത്തിന് തീർക്കാനായി? ഒരു നഗരമെന്ന മുൻപരിചയങ്ങളില്ലാത്ത, മുന്നനുഭവങ്ങളില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്,
അവസാനത്തെ ദുരന്തബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോടെ 178 വീടുകൾ, ഓരോ വീടിനും കൃത്യമായ ചുറ്റുമതിൽ, അതിൽ നിന്ന് തുറക്കുന്ന ഗേറ്റ് നേരെ റോഡിലേക്ക്, 35 സോണുകളിൽ എല്ലാ സോണിനും നടുവിൽ ഗ്രീനറി. ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കുടുംബാരോഗ്യ കേന്ദ്രം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു ലൈബ്രറി, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു മാർക്കറ്റ്, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കളിക്കളം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു പൊതു ഇടം. അതെല്ലാം കൂടി പൂർത്തീകരിക്കുന്നു. ചിലർ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് വന്നാൽ, കോഡ് ഓഫ് കോണ്ടക്ട് വന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പണി നിർത്തുമോ? ഈ പണി ഒരു ദിവസം പോലും നിർത്താതെ തുടർച്ചയായി അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കും വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ഈ ദുരന്തബാധിതരിൽ ഇവിടെ പൂർത്തീകരിക്കുന്ന വീടുകളിലേക്ക് വരാനുള്ളവർക്ക് യഥാർത്ഥ കാലവർഷം മഴത്തുള്ളിയായി വയനാട്ടിൻ്റെ തലയ്ക്കുമീതെ പതിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് വരേണ്ട അവസാനത്തെയാളുടെ താക്കോലും കൈമാറാൻ കഴിയുന്ന വിധത്തിൽ അഭംഗുരം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഇത് മാത്രമല്ല, ഈ മാസം വരെ 6000 രൂപയുടെ വാടക ഈ ഗവൺമെൻറ് മുടക്കിയിട്ടില്ല. ഈ മാസം വരെ, ഇനി ഈ വീടുകളിലേക്ക് കയറും വരെ അത് തുടരും. 300 രൂപയുടെ ജീവനോപാധി വെച്ച് 9000 വീതം ഒരു വീട്ടിലെ 2 പേർക്ക് കൊടുക്കുന്ന സഹായം അങ്ങനെ തുടരും. 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ തുടരും. ഇതുമാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ അനുഭവങ്ങളിലേക്ക്, വെള്ളാർമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, ഉണ്ണിമാഷുടെ കുട്ടികൾ പഠിക്കുന്ന വെള്ളാർമലയിലെ സ്കൂള് ഭൂമി ഏറ്റെടുത്തതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അഭംഗുരം നാം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനം കേരളം ഒരു മനസ്സായി നടത്തിയതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം സ്വത്തല്ല. കേരളത്തിലെല്ലാവരും, പക്ഷമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അടങ്ങുന്ന കേരളം. ഈ നഗരത്തിലേക്ക് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വരാൻ എന്തു ധൈര്യം നിങ്ങൾക്ക്? മലയാളി മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിത്രം കണ്ടു. ആവന്തിക ഈ കൂട്ടത്തിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആവന്തിക അവളുടെ വീടിൻ്റെ കൂപ്പണെടുത്ത് അത് നേരെ ജില്ലാ കളക്ടർക്ക് നേരെ തിരിച്ചു കാണിച്ചു അഭിമാനത്തോടെ. ഞങ്ങൾ അവസാനം അവതരിപ്പിച്ച നാറ്റിവിറ്റി കാർഡ് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് നാറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ പറ്റൂല. ജില്ലാ കളക്ടർ കേരളീയനല്ല. പക്ഷേ ആവന്തിക ആ ടോക്കൺ എടുത്ത് കളക്ടറെ കാണിച്ചപ്പോൾ കേരളത്തിലെ കേഡറായതുകൊണ്ട് കേരളത്തിനോടൊപ്പം വന്ന വയനാട്ടിലെ ജില്ലാ കളക്ടർ മേഘശ്രീ IAS പിടിച്ചു നിൽക്കാനാകാതെ വിതുമ്പി. കേരളം അഭിമാനത്തോടെ പറയട്ടെ, മലയാളത്തിൽ ജീവിക്കുന്നവരും മലയാളത്തെ സ്നേഹിക്കുന്നവരുമായ, അതുപോലെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ കണ്ണിലെ പവിത്രമായ ഈ കണ്ണീർ തുള്ളികളുടെ കരുത്താണ് കേരളത്തിലെ ഗവൺമെന്റിന് ഇത്തരമൊരു ഇച്ഛാശക്തി ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുഞ്ചിരിമറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിലാണ് 298 പേരെ നമുക്ക് നഷ്ടപ്പെട്ടത്. പുഞ്ചിരിമറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെൻറ് ഈ വീടുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാ ഘട്ടങ്ങളിലും. ജൂലൈ 30 രാവിലെ പുലർച്ചെ 3:50 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ പലരെയും. പുലർച്ചെ 3:50 ഉരുള് പൊട്ടി മിനിറ്റുകൾക്കകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂട്ടിച്ചേർക്കാവുന്ന